അവസ്ഥയിലേക്ക് നമ്മളൊക്കെ പോകാറുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കാലത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു adjective ഉണ്ട്. This is the age of megalomaniac. This is the age of megalomaniac. എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മെഗലോമാനിയ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് നടിച്ച് നടക്കുന്നവരുടെ ലോകം. ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് നടിക്കുകയും നടിപ്പിക്കുകയും മറ്റുള്ളവരെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാപട്യത്തിന്റെ ഒരു സ്യൂഡോ ഇമേജ് ക്രിയേഷൻ. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ തെറ്റേതാണ് ശരി ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. ഒരു മുറിക്കകത്ത് അടച്ചുപൂട്ടിയിരുന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മൊബൈലിന്റെ 4-5 സ്ക്രീൻ ഉണ്ടെങ്കിൽ എന്റെ ഐഡന്റിറ്റി മറച്ചു വെച്ച് എനിക്ക് ആരോട് പകയുണ്ടോ ആ മനുഷ്യനെ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന സാധ്യതകളുടെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. ഓരോ ദിവസം നമ്മൾ ഒത്തിരി ന്യൂസ് കേൾക്കുന്നുണ്ട്. ആ ചെയ്തത് ഒരു യാഥാർത്ഥ്യ ബോധവുമില്ലാതെ ചെയ്തു കൂട്ടിയത് അതിനിരയായ മനുഷ്യൻ കൃത്യമായി അതിന്റെ എക്സ്പ്ലനേഷൻസ് ഇതുപോലെ വീഡിയോ ചെയ്ത് 10 വീഡിയോ ചെയ്താണ്. ആദ്യത്തെ വീഡിയോ ഒറ്റ ദിവസം കൊണ്ട് റീച്ച് ചെയ്യുന്നത് മിക്കവാറും 2 ലാഖ് 3 ലാഖ് ഒക്കെ. മറ്റേ മനുഷ്യൻ തിരിച്ചിരുന്നത് 10 വീഡിയോ ഒരാഴ്ച മൊത്തം ഇരുന്ന് കണ്ടാലും ചെയ്താലും കാണുന്നത് എത്ര കാണും? 10K മാക്സിമം. ബാക്കിയുള്ള മുഴുവൻ ഇടങ്ങളിലും ആ മനുഷ്യന്റെ ടോട്ടൽ ഇമേജ് അവൻ എന്താണോ അത് നഷ്ടമാക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ സ്യൂഡോ ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഇല്ലാത്തത് ഒക്കെ ഉണ്ടെന്ന് ഭാവിക്കുന്ന ഒരു കാലം. അതാണ് സുബോധം നഷ്ടപ്പെടലിന്റെ ഒന്നാം പടി. ആ സ്റ്റേജിലാണ് ഈ മകൻ ഇളയ മകൻ അപ്പനോട് പറയുന്നത്, എനിക്ക് നിൽക്കാൻ പ്രായമായി, എനിക്ക് ആരോഗ്യമായി ജീവിക്കാൻ ഞാൻ പഠിച്ചു, അതുകൊണ്ട് എനിക്ക് തന്നെ പറ്റൂ. അപ്പൻ കൊടുത്തു, പിടിച്ചു വാങ്ങിച്ചു, ഇറങ്ങിപ്പോയി. ഈ ബന്ധം മുറിക്കപ്പെടുകയാണ്. രണ്ടാമത്തെ സംഭവം, സുബോധം നഷ്ടപ്പെടലിന്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഹാബിറ്റ്സ്, ശീലങ്ങൾ മാറുന്നത്. എന്താ ഈ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ? ജനിച്ചു വീഴുമ്പോൾ ഉള്ള സാധനമാണ് ഇത്. ജനിച്ചു വീഴുമ്പോൾ ഏതെങ്കിലും, നമ്മളൊക്കെ എങ്ങനെയാണല്ലോ, നമ്മുടെ മക്കളും നമ്മുടെ തലമുറകളും ഒക്കെ ജനിച്ചു വീഴുമ്പോൾ ഉള്ളതാണോ ഹാബിറ്റ്? 2 കാര്യമുണ്ട്. ജനിച്ചു വീഴുമ്പോൾ കരഞ്ഞോണ്ട് വരും, വിശന്നാ കരയും, എന്ത് ഇറിറ്റേഷൻ ഉണ്ടായാലും ഉറക്കക്കരയും, പിന്നെ വയറ് നിറഞ്ഞ സ്വസ്ഥമായി കിടന്നു ചിരിക്കാനറിയാം, കരയാനറിയാം. ഈ 2 കാര്യമാണ് ബൈ ബർത്ത് നാച്ചുറൽ ഹാബിറ്റ്സ് എന്ന് സാധാരണ പറയാറുണ്ട്. കരയുന്ന കുഞ്ഞ് തൊട്ടടുത്ത നിമിഷം അല്ലേ നമ്മുടെ കയ്യിലേക്ക് വന്ന് തൊട്ടടുത്ത മിനിറ്റുകളിൽ അല്ലെങ്കിൽ മണിക്കൂറുകളിൽ കുഞ്ഞ് ചിരിക്കും. ഈ 2 കാര്യമുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ അറിഞ്ഞും അറിയാതെ കൂടെ കൂട്ടുന്നത് ശീലങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് അതിനെ ഗുഡ് ഹാബിറ്റ്സ് എന്നും ബാഡ് ഹാബിറ്റ്സ് എന്നും 2ആയി വീണ്ടും തിരിക്കുന്നത്. നല്ലതുണ്ട്, അല്ലാത്തതുണ്ട്. ഏത് ഹാബിറ്റ് ആയാലും ജനിച്ചു വീഴുമ്പോൾ ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. എന്റെ വേദനകളിൽ കണ്ണു നിറഞ്ഞ് കരയാൻ എനിക്കറിയാം, എന്റെ സന്തോഷങ്ങളിൽ സുഖങ്ങളിൽ മനസ്സ് തുറന്ന് ചിരിക്കാനും എനിക്കറിയാം. ഈ 2 ഹാബിറ്റുകൾ പറഞ്ഞു വീഴുന്നു. ബാക്കി എന്തെല്ലാം എന്ന് നമ്മുടെ കയ്യിലുണ്ടോ അതെല്ലാം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ആഡ് ചെയ്ത എടുത്തു വെച്ചതാണ് ഇതിലേക്ക്. നമ്മൾ ചിലപ്പോഴൊക്കെ പറയും, ഈവൻ ബെഡ് കോഫി, സിമ്പിൾ എക്സാമ്പിൾ. ബെഡ് കോഫി രാവിലെ കിട്ടാതെ ഒരു ദിവസം തുടങ്ങാനേ പറ്റാത്തവരാണ് ഭൂരിഭാഗം ആളുകൾ. ജനിച്ചപ്പോൾ ബെഡ് കോഫി കുടിച്ചോണ്ട് വന്നിട്ടുണ്ടോ? അല്ല, ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്രിന്റ് ചെയ്ത് വെച്ചതാണ് ഓരോന്നും. ഇപ്പൊ നമ്മുടെ അഡിക്ഷൻ എന്നുള്ള വാക്ക്, അതിനകത്ത് ഏറ്റവും പ്രശ്നമുള്ളത് പലതിനോടുമുള്ള അടിമത്തമോ ഇല്ല. നമ്മൾ കേൾക്കുന്നുണ്ട് ഡ്രഗ്സ്, ലഹരി, മറ്റത് മറിച്ചത് ഒത്തിരി കേൾക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാളേറെ അഡിക്ഷന്റെ പ്രശ്നമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയ സ്ക്രീനിങ്. ഈ സാധനം മിസ്പ്ലേസ്ഡ് ആയാൽ നമ്മൾ എത്ര പാനിക്കും. പെട്ടെന്ന് നമ്മൾ നോക്കുന്നു, പെട്ടെന്ന് നമ്മൾ വെക്കുന്ന 1-2 പൊസിഷനിൽ ആ സാധനം കണ്ടില്ല എങ്കിൽ നമ്മൾ എത്ര പാനിക്കും. പിന്നെ ആ സമയം കൂടുന്നതിനപ്പുറം നമ്മുടെ ഭ്രാന്ത് പോലെ അത് എന്തിനേക്കാണ് വിരൽ ചൂടുന്നത്? അതിന്റെ അഡിക്റ്റാണെന്നുള്ളതാണ്. നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയും അഡിക്ഷനിലേക്ക് പോകുക. ഇത് ശീലമായി പറയുന്നത് ജനിച്ചിട്ടുണ്ടാകുന്ന സാധനമാണ് ഇത്. അല്ലല്ലോ,
ഈ കഴിഞ്ഞ പ്രത്യേകിച്ചും ഈ പോസ്റ്റ് കോവിഡ് ടൈം അല്ലെ കോവിഡ് ടൈം തൊട്ട് ഇങ്ങോട്ടാണ് ഇത്രമേ നമ്മളും നമ്മുടെ തലമുറകളും പ്രായഭേദമന്യേ പ്രായമുള്ള അപ്പച്ചന്മാരെ തൊട്ട് ഒരു വയസ്സുള്ള കുഞ്ഞു വരെ ഈ സാധനത്തിൽ ഇത്രയും അഡിക്ഷൻ ഉണ്ട്. കാരണം ഒത്തിരി സമയം ഒരു വർഷം നമ്മൾ വീടിനകത്തിരുന്നപ്പോൾ നമ്മൾ ഇതിനകത്ത് വല്ലാതെ ടൈം സ്പെൻഡ് ചെയ്യും. തെറ്റല്ല, ഉപയോഗിക്കുന്നിടത്ത് ഉപയോഗിക്കണം. ടു വാട്ട് എക്സ്റ്റെന്റ്? ഈ ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുന്നത്. അതെന്തുമായിക്കൊള്ളട്ടെ, അതേതൊരു കാര്യമായിക്കൊള്ളട്ടെ, നമ്മുടെ ഓർണമെന്റ്സ്, നമ്മുടെ വസ്ത്രങ്ങൾ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏതൊന്നാണോ നമ്മുടെ ശീലങ്ങളായി നമുക്ക് മാറ്റാൻ പറ്റാത്തതെന്ന് നമുക്ക് തോന്നുന്നത്, അതിന് നമ്മൾ അഡിക്റ്റ് ആണെന്ന്. ഈ ധൂർത്തപുത്രന്റെ സുബോധം നഷ്ടപ്പെട്ട ഒന്നാം പാഠം അവന്റെ അഹന്ത, രണ്ടാമത് അവൻ എത്തുന്നത് അവന്റെ ശീലങ്ങൾ നഷ്ടമായി. വീട്ടിലിരുന്നപ്പോ സമയത്ത് എഴുന്നേൽക്കണം, സമയത്ത് പ്രാർത്ഥിക്കണം, സമയത്ത് കുളിക്കണം, സമയത്ത് ഭക്ഷണം കഴിക്കണം, അല്ലേ, സമയത്ത് ഉറങ്ങണം. അങ്ങനെയൊക്കെ നമ്മുടെ വീടുകളിൽ. അതുകൊണ്ടാണ് ഞങ്ങളുടെ തലമുറ പറയാറുള്ളത് വീട് ജയില് പോലെയാണ്. കാരണം സ്വാതന്ത്ര്യമില്ല. അപ്പന്റെ മേശയിൽ സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യം, അപ്പന്റെ മേശ സ്നേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്? നമ്മുടെ ബാല്യത്തിൽ പഠിച്ചെടുക്കുന്ന ശീലങ്ങൾ നമ്മളെ കൂടെ നിർത്തി ജീവിതം പഠിപ്പിക്കുകയും, ഒരു 10ാം ക്ലാസ് അല്ലെ 12 12th കഴിഞ്ഞിട്ട് നമ്മൾ ബോർഡിങ്ങിലേക്ക് അല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സിന് വീട് വിട്ടു പോകുമ്പോൾ ഈ സാധനം ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന സാധനം കൂടെ പഠിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു സമയനിഷ്ഠയും ഒരു ജീവിതനിഷ്ഠയും, അത് എല്ലാ കാര്യങ്ങളിലും നമുക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് ചോദ്യമുണ്ട്. ഈ മകന് നഷ്ടമാകുന്നത് അപ്പന്റെ മേശ, അപ്പനോട് ചേർന്നുള്ള ഇരിപ്പിൽ അവന്റെ നന്മയുടെ നല്ല ശീലങ്ങൾ നഷ്ടമായി എന്നുള്ളത്. അതാണ് ലൂക്കോസ് സുന്ദരമായി ജീവിച്ചിരിക്കുന്നത്. അവൻ ദുർനടപ്പുകാരനായി ജീവിച്ചു. ജീവിതത്തിന്റെ എല്ലാ ക്രമങ്ങളും നഷ്ടമായി, എല്ലാ ഓർഡറും നഷ്ടമായി. ഓർഡർ ഇല്ലാതെ, ഒരു ക്രമമില്ലാതെ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടോ? ഈ ഫാൻ കറങ്ങുന്ന ഒരു ഓർഡറില്ലേ? ഇല്ലേ? ഓരോ ദിവസവും ഉണ്ടാകുന്നത് രാത്രിയും പകലും അതിനൊരു ഓർഡറില്ലേ? മിക്സി അതിനൊരു ഓർഡറില്ല. ഏത് ഒബ്ജക്റ്റും എടുത്തു നോക്കി ഈ ലോകത്തിൽ മുൻപോട്ട് ചലിക്കുന്ന ഏതൊരു സാധനത്തിനും ഒരു ഓർഡറുണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു മോട്ടർ ആയിക്കോട്ടെ, ഏതൊരു സാധനമായിക്കോട്ടെ, നമ്മുടെ ഗാഡ്ജറ്റ്സ് ആയിക്കോട്ടെ, നമ്മുടെ ലാപ്ടോപ്പ്, ഏതൊരു സാധനം ആയിക്കോട്ടെ, ഓർഡർ തെറ്റപ്പെടാൻ നമ്മുടെ വൈറൽ ഇൻഫെക്ഷൻ ആയി എന്ന് പറയുന്ന ഈ സാധനം, സോഫ്റ്റ്വെയർ മാൽവെയർ വീണ്ടും ചെയ്യേണ്ടി വരുന്നത് സിസ്റ്റം നഷ്ടമാകുന്നതാണ്. ഇവിടെ നമ്മുടെ ജീവിതം അതുപോലെ ക്രമം കെട്ടാൻ അക്രമമാണ്. എവിടെയാണോ ക്രമം നഷ്ടമാകുന്നത്, അപ്പോൾ നമ്മൾ അക്രമഭാവത്തിലേക്ക് വരികയും നമ്മൾ അക്രമികളായി മാറുകയും. പിന്നെ പരാക്രമവും അക്രമവും അതിക്രമവും ഇങ്ങനെ കുറെ വാക്കുകളുണ്ട് മലയാളത്തിൽ. ഇത് സംഭവിക്കും. ഇതാണ് ആ മകന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അവന്റെ ജീവിതത്തിന്റെ നഷ്ടങ്ങളിലേക്ക് ഇറങ്ങി. മൂന്നാമത്തെ അവസ്ഥ, ഈ ധൂർത്തപുത്രൻ അവന്റെ സുബോധം നഷ്ടമായി. മൂന്നാമത്തെ സ്റ്റേജ്, ദുർനടപ്പുകാരനായി ജീവിച്ചവനെത്തുന്നത് മൃഗമായി മാറുന്നത്. അവന്റെ ശീലങ്ങൾ നഷ്ടമായി മൃഗതുല്യനായി അവൻ മാറി. അവൻ എവിടെ പിന്നെ കാണുന്നത്? കിടക്കുന്ന എവിടെ? ധൂർത്തപുത്രനെ പിന്നെ കാണുന്നത് എവിടെ? പന്നികളുടെ ഉണ്ട്. ആണോ? എവിടെ നിന്ന് ഇറങ്ങിപ്പോയവരാ? അപ്പന്റെ വീട്ടിൽ അപ്പനോടൊപ്പം എല്ലാ സമ്പന്നതകളുടെ, സുഖങ്ങളുടെ, സൗകര്യങ്ങളുടെ നടുക്കിറങ്ങിപ്പോയവൻ. അവന് ഈ രണ്ട് മാറ്റം സംഭവിച്ചപ്പോൾ അഹങ്കാരം കയറി അവന്റെ ശീലങ്ങൾ നഷ്ടമായി ദുശീലങ്ങളിലേക്ക് മാറിയപ്പോൾ പിന്നെ അവനെത്തുന്നത് പന്നികളിലൂടെ ജീവിതമാണ്, മൃഗത്തിനോട് ചേർന്നുള്ള ജീവിതമാണ്. മൃഗത്തിന് 2 കാര്യമുണ്ട്, ഒരു ബേസിക് ഇൻസ്റ്റിങ്സ്. 1 ഇര തേടണം, 2 ഇണ തേടണം. ഇതല്ലാത്ത ഏതെങ്കിലും മൃഗത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എല്ലാ മൃഗത്തിന്റെ ബേസിക് ആയിട്ടുള്ള 2 ആവശ്യം ഇത്രയേ ഉള്ളൂ. 1 ഇര തേടണം. ഇര തേടാൻ വേണ്ടി എന്തും ചെയ്യും, എന്തും ചെയ്യും. ഇണ തേടാൻ വേണ്ടി എന്തും ചെയ്യും. പരസ്പരം ഏറ്റുമുട്ടി കൊല്ലും. ഈ ടൈഗറിലൊക്കെ ലൈഫ് സ്പാനൊക്കെ ഡീറ്റെയിലായിട്ട് പഠിച്ചാൽ മതി. എല്ലാ മൃഗങ്ങളും ഇതുപോലെ ഈ അവസ്ഥയിലേക്ക് വന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ കാലത്തുള്ള നമ്മുടെ ജീവിതത്തെ നോക്കുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന വാർത്തകൾ നമ്മളെ പലതും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇണതേടലും ഇരതേടലും മാത്രമായി മാറുന്ന ഒരു ലോകത്തെ നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ ഈ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന ഈ
പുതിയ വാർത്തകൾ എന്തിനെ? എന്താണ് അതിന്റെ അടിസ്ഥാനം? ഒന്ന് ഇത് തന്നെ, ഇരവേടൽ, എല്ലാം പിടിച്ചെടുത്ത് സ്വന്തമാക്കൽ. അത് സ്വത്താകാം, സമ്പാദ്യങ്ങളാകാം, ഭൂമിയാകാം, അത് എന്തുമാകാം. ഇരവേടൽ എന്റേതാക്കി മാറ്റുവാനുള്ള ത്വര, അതിൽ ന്യായമില്ല, എല്ലാം അന്യായമായി, എല്ലാം മോറൽ വാല്യൂസും ഹനിച്ചുകൊണ്ട് പോകുമ്പോഴേ വാർത്തകൾ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ തലം ഇടതേടൽ. കൂടുതൽ പറയണ്ടല്ലോ, ദൈനംദിനം എത്രയോ വാർത്തകൾ, ഈ പീഡനങ്ങളുടെ വാർത്തകൾ, നമ്മളെ പേടിപ്പെടുത്തുന്ന വാർത്തകൾ ബേസിക് ആയിട്ട് സാധനം. അതിന്റെ അർത്ഥം ഇതാണ്: സുബോധം നഷ്ടമായി അവൻ മൃഗമായി മാറുന്നു, മൃഗത്തുല്യനായി മാറി എന്നുള്ളതാണ്. മൃഗമായി മാറുന്നു. ഈ മകൻ കിടക്കുന്നത് പന്നിക്കുഴിയിൽ, പന്നികളോടുകൂടി. അവന്റെ വിശപ്പിന് ആഹാരമില്ല, പന്നികൾക്ക് കൊടുക്കുന്ന ആ വേസ്റ്റ് കഴിക്കാൻ, അത് തിന്ന് വിശപ്പടക്കുന്ന മകൻ. ഒരു സാധ്യത കൊണ്ടുണ്ട് അവനുണ്ട്. ഈ സുബോധം നഷ്ടമായി നാലാമതൊരു സ്റ്റേജ് ഉണ്ട്. അത് ആബ്സല്യൂട്ട് ഡിസപ്പോയിന്റ്മെന്റ്, നിരാശയാണ്. നമ്മൾ ഈ നിരാശ എന്ന വാക്ക് പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് ഡിസപ്പോയിന്റ്മെന്റ് എന്നുള്ളത്. നിരാശ എന്ന വാക്കിന് ആബ്സല്യൂട്ട് വോയിഡ്നെസ്, ഒന്നുമില്ലാത്ത ശൂന്യമായ അവസ്ഥയുടെ പേരാണ്. ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുന്ന, ഒന്നുമില്ലാത്ത കുറ്റക്കുറ്റിയിട്ടിന്റെ അന്ധകാരത്തിന്റെ അവസ്ഥയുടെ പേരാണ് നിരാശ, ഡിസപ്പോയിന്റ്മെന്റ്. നമുക്ക് സാധാരണ പെട്ടെന്ന് ആഗ്രഹിച്ച് എന്തെങ്കിലും ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ തോന്നുന്നത് ഫ്രസ്ട്രേഷൻസ്, അത് നമ്മുടെ ഇമോഷണൽ പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്നത്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റും, ചേർത്ത് പിടിച്ചാൽ മതി. ഈ മകൻ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടായിരുന്നു, ഇതിന് ഒരു അപകടമുണ്ട്. ഒരു മനുഷ്യന്റെ മുമ്പിൽ ഒറ്റ സാധ്യതയുള്ളൂ, അത് മരണമാണ്, സൂയിസൈഡ്, ആത്മഹത്യ. ഒരു കുട്ടി മരുന്നോ, ഒരു കയറോ, ഓടുന്ന ഒരു വാഹനത്തിന്റെ മുൻഭാഗമോ ഒക്കെയായി ജീവിതം അപകടകരമാകുന്ന വിധത്തിലേക്ക് പോകുന്നതിന്റെ പിന്നിലെ കാരണം ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്റെ സൃഷ്ടി, എന്നെ ദൈവം എന്തിനാക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ചോദ്യം സ്വയം ചോദിക്കാൻ മറന്നു പോകുമ്പോഴാണ്. ധൂർത്തപുത്രന്റെ അവനിൽ കാണുന്ന നന്മ എന്തെന്ന് ചോദിച്ചാൽ, അവന് മൂന്നാമത്തെ അവസ്ഥയിൽ നിന്ന് 4ലേക്ക് വീണ് പോയിരുന്നെങ്കിൽ അവൻ തിരികെ വരില്ല. അവൻ ആ വഴിയുടെ ജീവിതമില്ലാതാക്കി. അവൻ അവിടെ കിടന്നപ്പോൾ മൂന്നാമത്തെ അവസ്ഥയിൽ ആ വിശപ്പിന്റെ നൊമ്പരങ്ങളുടെ കണ്ണുനീരിന്റെ കരച്ചലിന്റെ നടുവിൽ അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയ ഇടമുണ്ട്. എവിടെ നിന്നാണ് എന്റെ യാത്ര തുടങ്ങിയത്? എവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം തുടങ്ങിയത് എവിടെയാണ്? നമ്മൾ എവിടെയാണ് ജനിച്ചത്? എവിടെയാണ് ജനിച്ചത്? ഏതെങ്കിലും ആശുപത്രിയിൽ അല്ലേ? അത് അമ്മയോട് ചോദിക്കണമെന്ന് പറയും, അല്ല അപ്പനോട് ചോദിക്കണമെന്ന് പറയും. അല്ല, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-27 വാക്യങ്ങൾ. അനന്തരം നാം ഇരുന്ന് നമ്മുടെ സ്വരൂപത്തിൽ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞു. മനുഷ്യനുണ്ടായോ? ഫസ്റ്റ് അക്കൗണ്ട് ബൈബിളിലെ നമ്മുടെ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് അക്കൗണ്ടാണ്. ഫസ്റ്റ് വാക്യം, ആദ്യത്തെ വാക്യം. മനുഷ്യനുണ്ടായോ? പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. ഈ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ, ഈ ഐക്കൺ വരയ്ക്കുന്നതിന് മുമ്പ് ഇത് വരയ്ക്കുന്ന ഐക്കണോഗ്രാഫറുടെ മനസ്സിൽ എന്തുണ്ടാവണം? ധ്യാനത്തിൽ ഈ ദൈവരൂപം ഉണ്ടാകും, എങ്കിലല്ല ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പം ഇത് ഈ ക്യാൻവാസിൽ വരുന്നതിന് മുമ്പ് എവിടെയുണ്ട്? ഇതിന്റെ സൃഷ്ടികർത്താവിന്റെ മുന്നിലുണ്ടെന്ന് നമ്മുടെ മുൻപിലിരിക്കുന്ന ഈ ഒരു ഫർണിച്ചർ, ഈ ഒരു മേശ, നമസ്കാര മേശ, ഇതുണ്ടാക്കുന്നതിന് മുമ്പ് ഇതാരുടെ മനസ്സിലുണ്ട്? ഇതുണ്ടാക്കിയ ഇതിന്റെ കാർപ്പന്ററുടെ, ഇതിന്റെ സൃഷ്ടികർത്താവിന്റെ മനസ്സിലുണ്ട്. ആ വാക്യം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്. അനന്തരം നാം ഇരുന്ന് നമ്മുടെ സ്വരൂപത്തിൽ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറയുന്നു. ഞാനും നിങ്ങളും ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്റെ ഉടയവന്റെ മനസ്സിലാണ്, അവന്റെ ഉള്ളിലാണ് നമ്മൾ ഉണ്ടായത്. പിന്നെ അവനാണ് തെരഞ്ഞെടുത്തത്, ബാക്കിയില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലവും സമയവും, ജീവിച്ചിരിക്കുന്ന ദേശവും, നമ്മുടെ ഇടങ്ങളും ഒക്കെ പിന്നെ അങ്ങനെ ഒരു നടത്തിപ്പാണ്. ഇന്നലെ അതിനെക്കുറിച്ച് വേറൊരു തലത്തിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ആവർത്തിക്കുന്നില്ല. ഇത്രയും നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് പ്രിയപ്പെട്ടവരെ, ഞാൻ ആരാണ്, ഞാൻ എന്താണ് എന്റെ യൂണിക് ഐഡന്റിറ്റി, ഇതിനെ പറയുന്ന പേരാണ് സുബോധം.
ഈ സുബോധം നമ്മളെ അപ്പനോട് ചേർത്ത് നിർത്തുവാൻ വേണ്ടി ആണ്. അങ്ങനെ ഒരു ബോധം നഷ്ടപ്പെടുന്നിടത്താണ് അവൻ അഹങ്കാരിയായി മാറുന്നത്, അവന്റെ ശീലങ്ങൾ മാറുന്നത്, അവൻ മൃഗതുല്യനായി മാറുന്നത്, മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമില്ലാത്ത മൃഗഭാവത്തിലേക്ക് അക്രമകാരിയായി മാറുന്നത്. അങ്ങനെയാണ് ജീവിതം അവസാനിപ്പിക്കണമെന്നൊക്കെ തോന്നാറുള്ളത്. എപ്പോഴെങ്കിലും ഈ തലമുകളിലൂടെ ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നെങ്കിൽ ആ സെക്കൻഡിൽ നമ്മൾ ആക്റ്റീവ് ചെയ്യുക. ദൈവമേ, നീയുമായിട്ടുള്ള ബന്ധത്തിൽ, അപ്പനുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് വീഴ്ച വന്നിട്ടുണ്ട്, കുറവ് വന്നിട്ടുണ്ട്, തിരികെ വരുത്തണമേ. ഈ മകന് അപ്പോൾ അവന് സുബോധം വന്നു. രണ്ടാമത്തെ വാക്കല്ല, സുബോധം വന്നു. ഞാൻ അപ്പന്റെ അടുക്കൽ ചെന്ന്, അപ്പ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തുവെന്ന് പറയും. അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് രണ്ടാമത്തെ വാക്ക് 18-ാം വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? അപ്പോൾ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കലേക്ക്. എഴുന്നേറ്റ് തിരിച്ചു വരവിന് ആഗ്രഹിക്കുന്ന ദൈവമുണ്ട്. ഏത് ജന്മങ്ങളിലേക്ക് വീണ് പോയാലും, ഏത് തലങ്ങളിലേക്ക് പോയാലും ഒരു മടങ്ങി വരവിന് വേണ്ടി വീണ്ടും 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 ഇങ്ങനെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അപ്പന്റെ മേശയുണ്ട്. ഒരിക്കലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരുടെയും മനസ്സിൽ എൻ്റെ ദൈവത്തിന് എനിക്ക് അബദ്ധങ്ങളിലേക്ക്, പ്രയാസങ്ങളിലേക്ക് ഞാൻ വീണുപോയെങ്കിൽ ആത്മാർത്ഥമായ ഒരു കണ്ണുനീരിന്റെ, കരച്ചിലിന്റെ അനുഭവം അപ്പന്റെ മുമ്പിൽ ചെയ്താൽ മതി. പലപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ ഉള്ളിൽ മനസ്സിൽ തോന്നാറുണ്ട്, ദൈവത്തിന്റെ മുമ്പിൽ മാത്രം നീ കരയണം. ദൈവങ്ങളുടെ മുമ്പിലൊക്കെ നമ്മൾ കരയുന്നവരാണ്. ലോകത്തെ ഏതൊരു മനുഷ്യന്റെ മുമ്പിൽ നമ്മൾ എത്ര കരഞ്ഞാലും അതിന് പരിധികളോട് മനസ്സിലാക്കാനേ. 50 വർഷം ഒരുമിച്ച് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിച്ചിട്ട് ഭാര്യ അറിയാമോ? 50-ാം വയസ്സിൽ ഏതെങ്കിലും 50 വർഷം ഒരുമിച്ച് ജീവിച്ചു, ഒരു 70-ാം വയസ്സിൽ ഏതെങ്കിലും ചെറിയ നിസാര കാര്യത്തിൽ ഒരു പിണക്കം വന്നിട്ട് ഈ മനുഷ്യൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എത്ര 50 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ട് ഒരു മുറിക്കുള്ളിൽ ഒരു ജീവിതം ജീവിച്ചിട്ട് നമ്മൾ പറയുന്ന വാക്കില്ല. ലോകത്ത് മക്കളെ, നിങ്ങൾ ഒരിക്കലും ധരിക്കരുത്, എന്റെ ആഗ്രഹം പോലെ, എന്റെ സ്വപ്നം പോലെ എന്നെ കരുതുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരു പാർട്ട്ണറെ കിട്ടുന്നത്. അച്ഛൻ നെഗറ്റീവ് ആർക്കുള്ള അടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കരുത്. കാരണം 100% പറ്റില്ല മനുഷ്യനെ കൊണ്ട്. അങ്ങനെ ഒറ്റയാളെ കൊണ്ട് പറ്റൂ. That is your creator. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ, ഞാൻ ചിന്തിക്കുന്നത് പോലെ, എന്റെ മനസ്സിന്റെ തീവ്രമായ ആഗ്രഹം പോലെ എന്നെ സ്നേഹിക്കാൻ, എന്നോട് ചേർന്നിരിക്കാൻ പറ്റുന്ന ഒറ്റയാളുണ്ട്. ബാക്കിയുള്ളതിലൊക്കെ കുറവുകളുണ്ടാകാം, കുറ്റങ്ങളുണ്ടാകാം. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിലുകളിൽ, കുടുംബ ജീവിതത്തിന്റെ ആഴങ്ങളിൽ, നമ്മുടെ ചെറിയ ചെറിയ പിണക്കങ്ങൾ വലിയ പരമ്പരകൾ സൃഷ്ടിച്ചു പോകുന്നതെങ്ങനെയാണ്? ഇതൊന്നും തിരിച്ചു വരാനുള്ള മനസ്സെവിടെയോ നഷ്ടമാകുമ്പോഴേ. നമുക്ക് എത്ര സമയം അത് നയിക്കുന്നത് വേദപുസ്തകത്തിൽ? പിണക്കമുണ്ടെങ്കിൽ പൗലോസ് പറയുന്നത് അതാത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. അതാത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഈ ദിവസം നിനക്ക് ആരോടെങ്കിലും സങ്കടമുണ്ടെങ്കിൽ ഈ രാത്രിയിൽ നീ ഉറങ്ങുന്നതിന് മുൻപ് അത് തീർത്തിരിക്കണം. ഈ രാത്രി മാക്സിമം നീ ഉറങ്ങുന്നതിന് മുൻപ് അതിന്റെ ഉള്ളിൽ തീർത്തിരിക്കണമെന്ന്. അത് വീടിനാവട്ടെ, കുടുംബത്തിനാവട്ടെ, കുടുംബത്തിന് പുറത്താവട്ടെ, ഏത് രംഗങ്ങളിലായാലും പലതും നമുക്ക് അനാവശ്യമായുള്ളതല്ലേ, ഒഴിവാക്കാൻ പറ്റുന്നതല്ലേ പലതും നമ്മുടെ ജീവിതത്തിൽ. ഒരു നല്ല വാക്കുകൊണ്ട് നമ്മുടെ ഈഗോ, നമ്മുടെ ആവശ്യമില്ലാത്ത ഹെഡ്വൈറ്റ് അല്ലേ, ഇങ്ങനെ പറഞ്ഞിട്ട് വേണേ വന്ന് ഇങ്ങോട്ട് കൊണ്ടട്ടെ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്നുമില്ല. എന്തെങ്കിലും വളരെ നിസ്സാരമായ കാര്യത്തിൽ തുടങ്ങിയതാണ്, വേണമെങ്കിൽ ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ. അങ്ങനെ മിണ്ടാതിരുന്നിരുന്നത് എത്ര കാലം നമ്മളിങ്ങനെ പോകും? ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ജീവിച്ച് മുൻപോട്ട് പോയി. ഭർത്താവിന് ഒരു പിണക്കമുണ്ടായ ദിവസം ജീവിതത്തിൽ, ആ ദിവസം പിറ്റേ ദിവസം വെളുപ്പിനെ എഴുന്നേറ്റ് ഈ മനുഷ്യന്റെ ജോലി, ഒരു ദൂർഘ യാത്ര ചെയ്യുന്നു. ഭാര്യയോട് മിണ്ടില്ലല്ലോ, മിണ്ടാതെ ഒരു ചെറിയൊരു പേപ്പർ എടുത്ത് എഴുതി വെച്ചു, രാവിലെ 4 മണിക്ക് എന്നെ വിളിക്കണം. പിറ്റേ ദിവസം നേരം എടുത്തപ്പോൾ 9 മണി 8 മണിയായി. ട്രെയിനിൽ പോയി, വണ്ടി പോയി, എല്ലാം പോയി.
ഈ മനുഷ്യൻ എഴുന്നേറ്റ് ഷൗട്ട് ചെയ്തു. ഭാര്യ പറഞ്ഞു, എന്നോട് ഇങ്ങനെ എഴുതിയല്ലേ പറഞ്ഞത്, ഞാൻ 3:30 നിങ്ങളുടെ അവിടെ ഒരു പേപ്പർ എഴുതിച്ചിട്ടുണ്ട്, 3:30 എഴുന്നേൽക്കണമെന്ന് ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും നമുക്ക് പറ്റിപ്പോകുന്നത് ഒരു നോക്കുമുണ്ട്. എന്തിനാ നമ്മുടെ വല്യപ്പന്മാര് നമ്മളെ എല്ലാ യാമങ്ങളിലും ഇങ്ങനെ സ്വർഗസ്ഥനായിട്ടാവേ നമ്മൾ പ്രാർത്ഥിപ്പിക്കുന്നത്? എന്തിനാ നമ്മളിങ്ങനെ പ്രാർത്ഥിപ്പിക്കുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അതിനകത്ത് വൺ ആൻഡ് ഓൺലി കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ കേട്ടില്ല, ക്ഷമിച്ചതുപോലെ. ക്ഷമിക്കുന്നത് പോലെ നല്ല പലപ്പോഴും നമ്മൾ തെറ്റി പറയാറുണ്ട്. ക്ഷമിക്കുന്നത് പോലെ അല്ല, അത് ചെയ്തിട്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്. ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അതിന്റെ അർത്ഥം എന്താ? കർത്താവേ, ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ, ദേഷ്യമുണ്ടെങ്കിൽ, സങ്കടമുണ്ടെങ്കിൽ അത് ക്ഷമ ചോദിച്ച ശേഷം ചെയ്യണമെന്ന്. ദേവി നിന്നുകൊണ്ട് സ്വർഗസ്നാതെ വേണ്ടാന്ന് വെക്കരുത്. പ്രാർത്ഥിച്ചോട്ടെ. എവിടെയെങ്കിലും ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാകാം. ഈ മനസ്സങ്ങളിൽ വന്നിട്ട് തിരുത്താൻ ശ്രമിച്ചാൽ മതി. നമുക്ക് അച്ഛൻ ഇങ്ങനെ പ്രസംഗിച്ചു, അതുകൊണ്ട് ഇന്ന് എത്തി ഞാൻ അത് ക്ഷമിക്കാൻ പറ്റാത്ത മുന്നോട്ട് ഞാൻ ഒഴിവാക്കുന്നതാരും തീരുമാനിക്കരുത്. ദൈവം ചെയ്യുക. കുർബാനയെ കുറിച്ച് എന്താ പറയുന്നത്? മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ കുർബാനയെ കുറിച്ച് പറയുന്നത്, നീ ബലിപീഠത്തിന്മേൽ യാഗം അർപ്പിക്കുവാൻ പോകുമ്പോൾ നിന്റെ ഓഫറിങ്സ്, നിന്റെ ബലിവസ്തു എവിടെ വെക്കണം? അവിടെ. എന്നിട്ട് ആർക്കെങ്കിലും നിന്നോട് വല്ലതുമുണ്ടെന്ന് തോന്നിയാൽ ചെന്ന് ക്ഷമ പറഞ്ഞിട്ട് തിരിച്ചു വന്ന് ബലിയിലേക്ക് പ്രവേശിക്കണം. അതുകൊണ്ടാണ് എല്ലാ കുർബാനയിലും നമ്മളെ ഇങ്ങനെ കൈകസ്തൂരി പിടിപ്പിക്കുന്നത്. ആദ്യകാലത്ത് അത് കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്യുക. ഇപ്പോഴാണ് നമ്മൾ കൈകസ്തൂരി കൊടുക്കുന്നത്, അല്ലേ? അന്യോന്യം സ്നേഹം നൽകി. അതിന് മുമ്പ് പറയുന്നില്ല, പരസ്പരം സമാധാനം കൊടുക്കാനാണ്. പിന്നെ കയറുന്നത് വിശുദ്ധ ബലിയുടെ ഏറ്റവും പ്രധാനമാനത്തേക്കാണ്. കാരണം അവിടെ അഗ്നിയായി ഇറങ്ങുന്ന ദൈവാത്മാവ്, അവന്റെ തിരുശരീര രക്തങ്ങളായി മാറ്റപ്പെടുന്ന അപ്പവീഞ്ഞുകൾ അവൻ നമ്മളിൽ ഇറങ്ങി വസിക്കാൻ പോവുകയാണ്. നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അതാണ് തിരിച്ചുവരവിന് വേണ്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കുർബാനക്കിടക്കിടക്കിടക്ക് നല്ല നമസ്കാരങ്ങളുടെ ഇടയ്ക്കെല്ലാം അറ്റൻഷൻ എന്ന് പറയാറുണ്ട്. കേട്ടിട്ടുണ്ടോ? മക്കളെ കേട്ടിട്ടുണ്ടോ? പള്ളിയിൽ അറ്റൻഷൻ എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? സ്തൗമക്കാലോസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഗ്രീക്കാണ് ആ വാക്ക്. സ്തൗമക്കാലോസ് എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ എന്നാണ് പറഞ്ഞാൽ. അത്രയേ ഉള്ളൂ. അത് എപ്പോഴൊക്കെയാ പറയുന്നത് ചോദിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കയറുന്നതിന് മുമ്പാണ് ശുശ്രൂഷക്കാരെ കൂടെ വിളിച്ചു പോകുന്നത്. അറ്റൻഷൻ. നമ്മൾ പറയും, കർത്താവെ കരുണ ചെയ്യണമേ, റിയലൈസ് അല്ലേ? പിന്നെ കയറുന്നത് ഏറ്റവും പ്രധാന ഭാഗത്തേക്കാണ്. കാരണം അതൊരു ഒരുക്കമാണ്. അവൻ വിളിക്കുന്നതാണ് മടങ്ങി വരവിന് വേണ്ടി. നീ ഏതെല്ലാം ഇടങ്ങളിലേക്ക് പോയാലും നീ മടങ്ങി വരണം. നിൽക്കുന്ന ഇടത്തെ കുറിച്ചുള്ള ബോധമുണ്ടാകും. അതുകൊണ്ടാണ് അതിനുശേഷം വിശുദ്ധാരാധനയുടെ അതിപവിത്രമായ പദങ്ങളൊക്കെ നടക്കുന്നതിന്റെ കാരണം. ഈ പള്ളിയിലും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ പ്രിയപ്പെട്ട അച്ഛന്മാർ പറഞ്ഞപ്പോൾ, പ്രത്യേകിച്ച് പുതിയ പള്ളിയാണല്ലോ, ഉദാസീനത്തിൽ കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. ആ സമയത്ത് ഒരു കാസയും വിലാസയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലേ? കാസ വിലാസ ആരെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒന്നുകിൽ നിങ്ങൾ പൈസ കൊടുക്കുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോയപ്പോൾ അത് കോട്ടയത്തോ ജഗന്നാശത്തിൽ എവിടെയാണെന്ന് വെച്ചാൽ കിട്ടുന്നത്, അവിടെ ചെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏറ്റവും നല്ലത് നോക്കി നിങ്ങൾ കൊണ്ടുവന്നു. അത് സിൽവർ ആയിരിക്കാം, അല്ലെങ്കിൽ ഗോൾഡ് പ്ലേറ്റഡ് ആയിരിക്കാം, അത് ഏതൊരു മെറ്റലുമാണ്, ഒരു മെറ്റൽ പാത്രമാണ്. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അച്ഛൻ്റെ കൈ കൊടുത്തു. അച്ഛൻ അത് കഴുകി ചൂടുവെള്ളത്തൊക്കെ ഇട്ട് കഴുകി പ്രാർത്ഥിച്ചു, കുർബാന ചെയ്തു, ആദ്യത്തെ കുർബാന ചൊല്ലി. എന്നിട്ട് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, ഈ മേശപ്പുറത്ത് അത് തിരിച്ചു കൊണ്ട് വെച്ചു. നിങ്ങളുടെ കയ്യിൽ തലേ ദിവസം അല്ലെങ്കിൽ അന്ന് രാവിലെ കൊണ്ടുവന്ന് അച്ഛന്റെ കയ്യിൽ കൊടുത്ത സാധനമാണ്. നിങ്ങളുടെ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ കയ്യിൽ വാങ്ങിച്ചുകൊണ്ടുവന്ന് അച്ഛൻ്റെ കൊടുത്തു. അച്ഛൻ അത് പൂജ ചെയ്ത് അതിനകത്ത് കുർബാന അർപ്പിച്ചു, ഇവിടെ കൊണ്ടുവച്ചു. നിങ്ങൾ കയറി എടുക്കും. എന്തുകൊണ്ടെടുക്കില്ല? ആ ഫിസിക്കലി നോക്കുമ്പോൾ മെറ്റൽ പ്ലേറ്റ് ആണ്, സ്റ്റീലിന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലോഹത്തിന്റെയോ ഒരു മെറ്റൽ പ്ലേറ്റ് ആണ്, കാസയും പെലാസായി. പക്ഷേ നമ്മളതിനെ കാണുന്നത് കർത്താവേശുതമ്പുരാന്റെ തിരുശരീര രക്തങ്ങളാകുന്ന കുർബാന രൂപാന്തരപ്പെട്ട വിശുദ്ധ പാത്രങ്ങളാണ്. ആ പാത്രത്തോട് നമ്മൾ കാണിക്കുന്ന ബഹുമാനമുണ്ടല്ലോ, ആദരവുണ്ടല്ലോ,
കർത്താവിന്റെ തിരിച്ചറിയ രക്തങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച ചൊല്ലിയ കുർബാന എന്ത് ചെയ്യും? ലാസ്റ്റ് കുർബാന ന്യൂ ഇയർ ആകാം, അല്ലെങ്കിൽ ലാസ്റ്റ് സൺഡേ ആകാം. ലാസ്റ്റ് സൺഡേയിൽ ഇവിടെ ചൊല്ലിയ ഈ കുർബാന ഇപ്പോൾ എവിടെയുണ്ട്? 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 ഈ പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ഇതിനകത്തല്ലേ? അത് ചൊല്ലിയ പാത്രത്തോട് അത്രയും ബഹുമാനം കാണിക്കുന്നുവെങ്കിൽ ഇതിനോട്, ഈ ശരീരത്തോട് എത്ര ബഹുമാനം കാണിച്ചാൽ പറ്റും? എത്ര ആദരവ് കാണിച്ചാൽ പറ്റും? അതാണ് തിരിച്ചു വരവിന്റെ ആത്മാവ്. ദൈവം നമ്മളെ വീണ്ടും 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 തിരികെ വാ എന്ന് പറയുമ്പോൾ അപ്പന്റെ മേശമേൽ ഒരു വലിയ വിരുന്നൊരുക്കി വെച്ചിട്ടാണ്, വെറുതെ അല്ല വിളിക്കുന്നത്. അപ്പന്റെ മേശമേൽ വലിയൊരു വിരുന്നൊരുക്കി വെച്ചിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. അവന്റെ തിരുശരീര രക്തങ്ങളാവുന്ന തീക്കട്ട ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചിട്ടാണ്. ധൂർത്തപുത്രൻ മടങ്ങി വരുമ്പോൾ അപ്പൻ ദൂരെ നിന്ന് കണ്ട് പറയുന്നു, ഓടിച്ചില്ലേ? ഓടി അവന്റെ അടുത്തേക്ക് ചെന്ന്, മകനെ, തന്റെ പരിചാരകരോട് പറയുന്നു, അവനെ കുളിപ്പിക്കാൻ. അവന്റെ വസ്ത്രം ഏറ്റവും മേൽത്തരമായ വസ്ത്രം, അവന്റെ കൈക്ക് മോതിരമിട്, അവന്റെ കാലിൽ ചെരുപ്പിട്, ഏറ്റവും നല്ല ഒരു കാളക്കുട്ടി അവന് വേണ്ടി അറക്ക്. ഈ ദിവസം അവന് വേണ്ടി വിരുന്ന. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ വരവിൽ ആഗ്രഹിക്കുന്നവരല്ല, ഉള്ളിൽ നിറച്ചിരിക്കുന്ന വിശുദ്ധ തിരുശരീര രക്തങ്ങളാൽ നമ്മളെ നിറയ്ക്കുവാൻ, വിശുദ്ധീകൃതരാക്കുവാൻ നമ്മളെ ആഗ്രഹിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി പ്രദക്ഷിണത്തിനാണ്. ഒരു പുരോഹിതൻ അംശവസ്ത്രം അണിഞ്ഞ് കയ്യിൽ അരുണിക്കം എടുക്കും. ഇതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ഇതിനൊരു ചരിത്രമുണ്ട്. ആദിമ നൂറ്റാണ്ടിൽ കുർബാന ചൊല്ലിയ, കുർബാനയുമായിട്ട് ദേശം ചുറ്റി നടത്തുന്ന പ്രദക്ഷിണമാണ് റാസം. റാസം എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം രഹസ്യമെന്ന്, മിസ്റ്ററി എന്ന്. ആ വാക്കാണ് എവിടെ കാണുന്നത്? ഇന്നലെ വേണ്ടി പറഞ്ഞതുപോലെ പെസഹായിൽ കുർബാന കൊടുക്കുമ്പോൾ രഹസ്യം രഹസ്യം എന്നുള്ള പാട്ടൊക്കെ നമ്മൾ പാടുന്നുണ്ട്. ഈ രഹസ്യം ഈ രഹസ്യങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് നടത്തുന്ന ശുദ്ധീകരണ പ്രദക്ഷിണമാണ് നമ്മൾ ഇനിയും ഇത് കഴിഞ്ഞിട്ട് നടത്തുവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ പിൽക്കാലത്ത് വന്നപ്പോൾ കുർബാന എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഈ ആരാധനയെ, ഈ ഒരു ക്രമത്തെ പിതാക്കന്മാർ അത് നിർത്തലാക്കി. അതിന്റെ കാരണം, കുർബാനയിൽ കൊണ്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ശ്രദ്ധ അതിനേക്കാളേറെ മറ്റു പലതിലും, തെരുവിൽ ബഹളങ്ങളും അങ്ങാടി കൂത്തുകളും ബഹളം, നാട്ടുകളെ പെരുന്നാളുകളെ കുറിച്ചൊക്കെ ഓർമ്മ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. അവിടെ ആരും രോഗിക്കാതെ പോകുന്ന ആ വലിയ പ്രദക്ഷിണത്തിന്റെ പ്രൊസഷനിൽ ഏറ്റവും ഒടുവിലായി കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തെയാണ് പലപ്പോഴും യാതൊരു രക്തം പോലും കാണില്ല കടന്നു വരുന്നിടത്ത്. മുൻപിൽ ഭയങ്കര ആഘോഷം, വലിയ പ്ലോട്ടുകൾ, ആ 5 8 10 ചെണ്ടമേളങ്ങൾ, വാദ്യമേളങ്ങൾ, ബഹളങ്ങൾ. ഈ ട്രെൻഡിലേക്ക് മാറിയപ്പോൾ പിതാക്കന്മാർ നിർത്തലാക്കിയതാണ് കുർബാന എഴുന്നള്ളിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം കുറെ നൂറ്റാണ്ടുകളായി. പക്ഷെ അപ്പോഴും മറ്റൊന്നുണ്ട്, എഴുന്നള്ളിച്ച് അർപ്പിച്ച കുർബാന ഇതിന്റെ ഉള്ളിൽ വെച്ച് നിൽക്കുന്നിടം വിശദീകരിക്കുവാൻ നമ്മളെല്ലാം ഉണ്ടെങ്കിൽ, ഇതിന്റെ ഉള്ളിൽ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്നത് എന്താ? ഓരോ ശരീരത്തിനും അച്ഛന്റെ കയ്യിൽ ഒരു സക്രാരിയില്ല. പക്ഷേ ഈ ഇരിക്കുന്ന 200 പേർ ഒരുമിച്ചിറങ്ങുമ്പോൾ 200 സക്രാരികളിൽ നടക്കുന്നിടങ്ങളിൽ വിശുദ്ധീകരിക്കുവാൻ ദൈവം നൽകിയ സാധ്യതകളുമായിട്ട് നമ്മൾ മുന്നോട്ടാകുന്നത്. ഓരോ ആഴ്ചയും കുർബാന അനുഭവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, വീണ്ടും വീണ്ടും നമ്മൾ ഇതിനെ റെജുവിനേറ്റ് ചെയ്യുക, വീണ്ടും 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 ഇതിനെ പുതുക്കുകയാണ്. ഉള്ളിലെ ആത്മാവിനെ, ഉള്ളിലുള്ള ദൈവാത്മാവിനെ പുതുക്കി മുൻപോട്ട് പോകുവാൻ, നിൽക്കുന്നിടം ശുദ്ധീകരിക്കുവാൻ, ഇരിക്കുന്നിടം ശുദ്ധീകരിക്കുവാൻ, ജോലി ചെയ്യുന്നിടം ശുദ്ധീകരിക്കുവാൻ, നമ്മുടെ ഉത്തരവാദിത്തങ്ങളുടെ നിയോഗങ്ങളുടെ നടുവിൽ സമാധാനം ഉണ്ടാക്കുവാൻ, കൃപയുണ്ടാക്കുവാൻ, അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ആഗ്രഹിച്ചിരിക്കുന്നത്. അതാണ്